3 പോലീസുകാർ അപ്പുറത്ത് ആ ഓപ്പോസിറ്റ് കടയുടെ അവിടെ നിന്ന് നല്ലോണം എന്തോ റൈസൊക്കെ ആയി സംസാരിച്ച് പുള്ളി തിരിഞ്ഞു പോകാതിരുന്ന് ഞങ്ങളെ കണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് വന്ന് ഞങ്ങളെ വാപ്പാടുത്ത് ചോദിച്ച് മദ്യപിച്ചിട്ടിരിക്കുവാണ് ഊതാൻ പറഞ്ഞു. അപ്പോൾ വാപ്പ പറഞ്ഞു ഞാൻ മദ്യപിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് ടിക്കറ്റ് കാണിക്കാമെന്ന് പറഞ്ഞു ട്രെയിനിൻ്റെ. പുള്ളി അപ്പം ഒരു അയവ് വരാൻ വേണ്ടി വാപ്പ പറഞ്ഞ് കരിക്കോട് കോൺഗ്രസിൻ്റെ ഡിവിഷൻ പ്രസിഡൻ്റാന്ന് പറഞ്ഞപ്പോൾ പുള്ളി വാപ്പയെ പിടിച്ച് തള്ളി. അങ്ങനെ ഞാൻ തടസ്സം നിൽക്കാൻ നേരത്തെ എന്നെ നല്ലോണം അടിച്ചിട്ട് ഉടുപ്പൊക്കെ പിടിച്ച് വലിച്ചു കീറി. വാപ്പയും മോനും വീട്ടിലേക്ക് ബസ് കാത്തുക്കണ സമയത്ത് 2 പോലീസ് ഏമ്മമാർ വന്ന് ഈ പിതാവിനോട് ചോദിച്ചു വെള്ളമടിച്ചിട്ടുണ്ടോന്ന്. അങ്ങനെ പിതാവ് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഊതാൻ പറഞ്ഞു, ഊതിച്ചു. പിന്നെ 2-3 വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിതാവ് തന്നെ പറഞ്ഞു ഞാൻ കോൺഗ്രസിൻ്റെ ഡിവിഷൻ പ്രസിഡന്റായി എന്ന് പറഞ്ഞേക്കെന്നെ കിട്ടി. അധികാരത്തിൻ്റെ ചെറ്റത്തരം. ആ നാറിയ പോലീസുകാരോട് പറയാനുള്ളത്, എടാ നാറി, സ്വന്തം വാപ്പാടെ പ്രായമുള്ള ഒരുത്തനെ ഒരു കാരണമില്ലാണ്ട് അടിക്കാൻ എങ്ങനെയാണ് നിനക്ക് തോന്നിയത്? എടാ അധികാരം ഉണ്ടെന്ന് വിചാരിച്ച് എന്തും തോന്നിവാസം ചെയ്യാനുള്ള ഒരു ആയുധം അല്ലതൊന്നും. അത് മനസ്സിലാക്കുക. ഇമാതിരി ഐറ്റങ്ങളൊക്കെ ജനങ്ങൾ പെരുമാറ് തന്നെ വേണം. ആ മോൻ പറയുന്നുണ്ട് ഈ പോലീസുകാർ വെള്ളം അടിച്ചിട്ടാണ് അടുത്തേക്ക് വന്നത്, നല്ല സ്മെല്ലുണ്ടായിരുന്നു. അവരടിച്ചിട്ട് ഒന്നും ചെയ്യാത്ത പാവങ്ങളെ തല്ലി. എന്തിൻ്റെ കേടാണ് നിങ്ങൾക്കൊക്കെ? ഇവരൊക്കെ ശരിക്കും മെഡിക്കൽ ടെസ്റ്റ് എടുത്താൽ അറിയാം എത്രത്തോളം ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഇനി വെള്ളമാണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള അറിയാൻ പറ്റും. ഡ്യൂട്ടിയുടെ ഇടയിൽ ഇതേപോലെയുള്ള ചെറ്റത്തരൊക്കെ ചെയ്യണ്ടെങ്കിൽ ആഭ്യന്തരമൊക്കെ വൻ പരാജയമാണോ. ഇതിന് മുൻപ് പത്തനാപുരത്ത് കണ്ടില്ല ഒരുത്തെ വണ്ടി എടുത്തുള്ള വികൃതി. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ സഹിക്കണടേ. ഭയങ്കര ദ്രോഹമാണ് ഇതൊക്കെ.